നമുക്ക് മനീഷ് പാണ്ഡെ അഗെയിൻ. പിന്നെ മനീഷ് പാണ്ഡെക്ക് ഈ സീസണിൽ ഒരിക്കൽ പോലും ബാറ്റിങ്ങിന് അവസരം കിട്ടാത്ത മനീഷ് പാണ്ഡെ. ഇപ്പോൾ മനീഷ് പാണ്ഡെയെക്കുറിച്ച് MSK കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്യാച്ചിന് വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി മൊത്തം പറഞ്ഞത്. ഈ IPL തൊട്ട് മുമ്പ് IPL മൊത്തം സീസണുകളിൽ കളിച്ച മനുഷ്യർക്ക് BCCI ഒരു ഫെലിസിറ്റേഷൻ കൊടുത്തിരുന്നു. അതിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസങ്ങൾ പലരും ഫെലിസിറ്റേറ്റ് ചെയ്യപ്പെട്ട സമയത്ത് മനീഷ് പാണ്ഡെയെ ബോധപൂർവ്വം ഒഴിവാക്കിയെന്ന് പറഞ്ഞ ഡിസ്കഷൻ നടന്നിരുന്നു. മനീഷ് പാണ്ഡെ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ട ഒരു മനുഷ്യനാണ്. 2014-ലും 2024-ലും കിരീടം ചൂടിയ മനുഷ്യനാണ്. IPL ഹിസ്റ്ററിയിൽ ആദ്യത്തെ അവസാന ഫൈനൽ ഇന്നിംഗ്സ് വളരെ മനോഹരം. അതെ, അന്ന് മാൻ ഓഫ് ദ മാച്ചാണ് അദ്ദേഹം. IPL ഹിസ്റ്ററിയിൽ ആദ്യത്തെ സെഞ്ചുറി നേടുന്ന ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ്റെ സെഞ്ചുറി മനീഷ് പാണ്ഡെയുടെ ബാറ്റിൽ നിന്നാണ് പറഞ്ഞത് എന്നുള്ളതാണ്. സോ ഇന്നലെ അദ്ദേഹം ബാറ്റിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് 2025 മെയ്ന് ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് IPL മൈതാനത്ത് ഒരു T20 മത്സരത്തിൽ ബാറ്റ് വീശാൻ ഇറങ്ങുന്നത് എന്നാണ്. ആദ്യത്തെ 4 ബോൾ അദ്ദേഹം ദീപക് ചഹാറിൻ്റെ ഡോട്ട് ബോളുകളാക്കുന്നു. പിന്നെ ജസ്പ്രീത് ബുംറയെ ഒരു 4 അടിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ വെറുതെ കണക്കുകൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് IPL ജസ്പ്രീത് ബുംറയ്ക്കെതിരെ ഏറ്റവും മികച്ച റെക്കോർഡുകളുള്ള ബാറ്റർമാരിൽ ഒരാളാണ് മനീഷ് പാണ്ഡെ എന്നാണ്. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ മഴ പെയ്തിട്ട് കളി കുറച്ച് ഇങ്ങനെ നീണ്ടുപോയിരുന്നു. അപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസത്തിലേക്ക് കിടക്കുന്ന സമയത്ത് സ്ക്രീൻ ആ വലിയ ബോർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഇതുപോലെയൊരു മെയ് 21 മനീഷ് പാണ്ഡെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ IPL സെഞ്ചുറി നേടിയതെന്നാണ്. സോ മെയ് 21 ഇന്നാണ് എന്നാണ്. സോ അങ്ങനെ ഒരു മെയ് 21 മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണ്. എല്ലാം കൂടി ഒരു കോയിൻസിഡൻസ് ആണ്. അപ്പോൾ മനീഷ് പാണ്ഡെയെ പോലൊരു മനുഷ്യനെ നിങ്ങൾക്ക് അങ്ങനെ അവഗണിച്ചു തള്ളാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ്. കാരണം പലപ്പോഴായി കൊൽക്കത്ത നിരയിൽ അദ്ദേഹം ബാക്കപ്പ് ഓപ്ഷനായി മാത്രം കുറേ കാലമായി പരിഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. അതേസമയം ഇന്നലത്തെ മത്സരത്തിലും അദ്ദേഹം ഫീൽഡിൽ ഒരു മനോഹരമായിട്ട് ക്യാച്ച് എടുക്കുന്നുണ്ട്. ഇന്നലത്തെ മത്സരത്തിലും ഇപ്പോൾ അതായത് സുനിൽ നരേന് മാൻ ഓഫ് ദ മാച്ച് കിട്ടുമോ എന്നൊക്കെ കരുതിയിരുന്നൊരു ഘട്ടത്തിലാണ് മനീഷ് പാണ്ഡെ അദ്ദേഹം ഈ സീസണിൽ ഇറങ്ങുന്ന ആദ്യത്തെ മത്സരത്തിൽ ബാറ്റിങ്ങിന് ഇറങ്ങുന്ന ആദ്യത്തെ മത്സരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, കൊൽക്കത്ത ജയിച്ച കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഞാൻ പാഡ് കെട്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, പക്ഷേ ബാറ്റിങ്ങിന് അവസരം ലഭിച്ചില്ല. ഇന്നാണ് അദ്ദേഹം എന്നാൽ നമ്പർ 3 റോളിലാണ് പാണ്ഡെ കളിക്കുന്നത്. അദ്ദേഹം കളി ജയിക്കുന്നു. അത്ര ഒരു ലോവർ സ്കോറിംഗ് മാച്ചായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കുറച്ചുകൂടി കാമൻ കമ്പോസ്ഡായി കളിക്കേണ്ട സമയമാണ്. 3 വിക്കറ്റുകൾ പോയി നിൽക്കുന്നു. പവർ പ്ലേയിൽ തന്നെ ദീപക് ചഹാറൊക്കെ ഭയങ്കരമായിട്ട് ഇവർക്ക് സമ്മർദ്ദം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ പാണ്ഡെയും പവലും ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടുകെട്ടാണ് ഈ മത്സരത്തിൻ്റെ വിധിയെ നിർണ്ണയിച്ചതെന്നാണ് കൊൽക്കത്തയുടെ സാധ്യതകളെ കുറച്ചുകൂടി നീട്ടിയതെന്നാണ്.